ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ ഈ ചൂഷണങ്ങളുണ്ടല്ലോ, കൊടിമരം നാട്ടിയിട്ടും പണം വാങ്ങിയിട്ടും സ്ത്രീകളെ അടക്കം പറ്റിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് പടച്ചറബേ ശരിയാകുന്നൊരു മാർഗം? എത്ര പറഞ്ഞാലും നമ്മുടെ കൗമിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിനു വേണ്ടി സ്വയം ഷെയ്ഖായിട്ട് ചമയ, എന്നിട്ട് സ്വയം ഒരു വലിയൊരു ആത്മീയ നേതാവായിട്ട് ചമയ. ഈ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുള്ള ചൂഷണങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചാൽ പിന്നെ ഓനെ സുന്നി അല്ലാതാക്കും. ഒരു മനുഷ്യനെ സംസ്കരിക്കാനുള്ള യോഗ്യത ആർക്കാണ് പടച്ചോൻ കൊടുത്തിട്ടുള്ളത്? ചില ആളുകൾ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുക, ചില ആളുകൾ ദിക്റുകളിലേക്ക് ക്ഷണിക്കുക, പടച്ച റബ്ബിലേക്ക് ക്ഷണിക്കാനൊക്കെയുള്ള യോഗ്യത അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഇത്തരം ആളുകൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എന്നിട്ടും ഈ തട്ടിപ്പിൻ്റെ പിന്നിൽ നമ്മൾ വീണുകൊണ്ടിരിക്കല്ലേ? നമ്മുടെ പണമല്ലേ ഇവർക്ക് ആവശ്യമുള്ളത്? അവരൊക്കെ പറയാം ഇവിടെ ബർക്കത്താണ്, ഈ വെള്ളം കുടിച്ചാൽ ബർക്കത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കബളിപ്പിക്കുന്ന ആളുകളായിപ്പോയി. ഇപ്പം നിങ്ങളിത് പറയും, പിന്നെ നിങ്ങൾ ശൂന്യ 100% ശൂന്യം തന്നെയാണ്. എന്നെ എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം വ്യാജ ശേഖന്മാരെയും വ്യാജ ആത്മീയ നേതൃത്വവും ഒക്കെ നമ്മൾ മുന്നറിയിപ്പോട് കൂടി കണ്ടിട്ട് അകന്ന് നിൽക്കാനുള്ള ഈമാനെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവണം. കുറേ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് കൊണ്ടോ, കുറേ സമൂഹ വിവാഹങ്ങൾ നടത്തി കൊടുത്തത് കൊണ്ടോ, കുറേ പേർക്ക് വീടുണ്ടാക്കി കൊടുത്തത് കൊണ്ടൊന്നും അല്ല ഒരു ആത്മീയ നേതാവാകും. അത് പടച്ച റബ്ബ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. ഞങ്ങൾ കുറച്ച് ദിക്ർ യൂട്യൂബിൽ കൂടെ ചെല്ലിയിട്ട് ഇങ്ങനെ അവിടെ പാത്രം വെച്ചിട്ട് അല്ലാ എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞ് തൗബ ചെയ്യാതെ അവനവൻ്റെ കാര്യങ്ങൾ പടച്ച റബ്ബിനോട് പറയാ. നമ്മളത് മാറ്റി യൂട്യൂബിൻ്റെ ഒരു ഇടയാളലിൻ്റെ ആവശ്യങ്ങളില്ല. ഇങ്ങനെ തകർന്നു പോകുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറാൻ ഇടവരരുത്. നിങ്ങൾ എന്നെ സുന്നി നിങ്ങൾ ഒഴിവാക്കിയാലുമല്ല, നിങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് ഞാൻ സുന്നി ഇല്ലാതാവില്ല, നിങ്ങൾ ചേർത്തത് കൊണ്ട് ഞാൻ സുന്നിയാവില്ല. അതൊക്കെ എൻ്റെ വിശ്വാസമാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമാണ് പറഞ്ഞത്. ഒന്ന് മനുഷ്യൻ്റെ ആരോഗ്യം നന്നാക്കണം, മനസ്സ് നന്നാക്കണം, കൽബ് നന്നാക്കണം, റൂഹ് സംസ്കരിക്കണം. ഇതിനൊക്കെ 4 ക്വാളിറ്റിയുള്ള ആളുകളാണ് യഥാർത്ഥ ശൈഖന്മാർ എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ഇതൊന്നും ഇല്ലാതെ ഇത്തരം വ്യാജന്മാരെ പിന്നിൽ നമ്മൾ പോകരുതേ. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരാണ് ഇത്തരം വ്യാജന്മാരെ പിന്നിൽ പെട്ടുപോകുന്നത്.